നമസ്കാരം. സോംജീസ് മിററിൽ മണി ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ട്രേഡ് അവസാനിക്കുമ്പോൾ മാർക്കറ്റ് നിഫ്റ്റി ഒരു 130 പോയിന്റോളം ഉയർന്നാണ് ക്ലോസിംഗ് ആയിരിക്കുന്നത്. വീണ്ടും 24,600 മുകളിൽ 631 ക്ലോസ് ആയിരിക്കുന്നു. മാർക്കറ്റ് കയറി ഇറങ്ങി വീണ്ടും കയറി അങ്ങനെ പോകുന്നു. തിങ്കളാഴ്ച കയറി വന്ന മാർക്കറ്റ് ചൊവ്വാഴ്ച ഇടിഞ്ഞു, ബുധനാഴ്ച വീണ്ടും തിരിച്ച് കയറിയിരിക്കുന്നു. അങ്ങനെ മാർക്കറ്റ് ഒരു ചാഞ്ചാട്ടത്തിലാണ്. യഥാർത്ഥത്തിൽ മാർക്കറ്റിൻ്റെ ഭീതി വിട്ടുമാറിയിട്ടില്ല ട്രംപിൻ്റെ ട്രംപിൻ്റെ താരിഫ് സംബന്ധിച്ചുള്ള. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ചാഞ്ചാടുന്നതെന്ന് വേണം പറയാൻ. മാർക്കറ്റ് എന്നിരുന്നാലും ഇതിൽ സ്റ്റെബിലൈസ് ചെയ്യുകയാണ്. 24,400-നും 500-നും ഇടയിൽ അങ്ങനെ ആടിക്കളിക്കുന്നു. അപ്പോൾ 24,700 കടന്നു കഴിഞ്ഞാൽ അല്പം പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന് തോന്നുന്നു. എന്തും അവിടെ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ എന്തായിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ 25-ാം തീയതി, അതായത് ഈ വെള്ളിയാഴ്ച നടക്കുന്ന ട്രംപ് പുടിൻ കൂടിക്കാഴ്ച പോലും മാർക്കറ്റ് പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നു. അതുപോലെ തന്നെയാണ് അതിനുശേഷം നമ്മളുടെ 25-ാം തീയതി നടക്കുമെന്ന് പറഞ്ഞ 27-ാം തീയതി വരാൻ പോകുന്ന 50% താരിഫ് നിലവിൽ വരാൻ പോകുന്നതിനെ കുറിച്ചുള്ള ആകാംക്ഷ, ഇങ്ങനെയൊക്കെ മാർക്കറ്റ് പ്രതീക്ഷകളോടെ നിൽക്കുകയാണ്. മാർക്കറ്റ് ഇപ്പോൾ ഒരു സ്റ്റെബിലൈസ് ആയ രീതിയിൽ തന്നെയാണ് പെരുമാറുന്നത്. അപ്പോൾ ഒരു ട്രിഗർ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് ഉയരാനുള്ള സാധ്യത തന്നെയാണുള്ളത്. ഇന്നത്തെ ട്രേഡിങ്ങിലാണെങ്കിൽ പുതിയ കമ്പനികളാണ് പലതും നല്ല രീതിയിൽ നല്ല റിപ്പോർട്ട് പുറത്തു വന്ന് ന്യൂ ഏജ് കമ്പനികൾ പലതും നല്ല രീതിയിൽ ഉയരുകയുണ്ടായി. നയാക്ക, പേടിഎം, എറ്റേണൽ, സൊമാറ്റോ. അപ്പോൾ ഇത്തരം ഷെയറുകൾക്കൊക്കെ നല്ലൊരു സാധ്യത വന്നിരിക്കുകയാണ് വീണ്ടും. ഇത് നേരത്തെ തന്നെ നിക്ഷേപത്തിന് പറഞ്ഞിട്ടുള്ള ഷെയറുകളായതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. സൊമാറ്റോയൊക്കെ ഈ 180-നും ഒക്കെ തുടങ്ങിയപ്പോൾ അതിൽ പറയുന്നു. അത് 76-ൽ കിടന്ന സമയത്ത് അതിന് നിക്ഷേപ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്നയാളാണ് ഞാൻ, 76-ൽ. അപ്പോൾ ആ രീതിയിൽ നിന്ന് അതൊക്കെ എത്ര മുന്നേറിയെന്ന് നമ്മൾ കാണണം. ഇനിയും സൊമാറ്റോയ്ക്ക് ഒരു സാധ്യതയുണ്ട്. അതൊരു 400 ലെവലിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ അനലിസ്റ്റുകളൊക്കെ പറയുന്നത്. എനിവേ, നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെ ആയതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. നമ്മൾക്ക് ഈ ആഴ്ച വന്ന 1-2 ന്യൂസുകൾ നമ്മളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് നല്ലതാണ്. ഈ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നവർക്ക് അറിഞ്ഞിരിക്കേണ്ട ചില ന്യൂസുകളായതുകൊണ്ടാണ് ഞാൻ ഇതിനെയൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എടുത്തു വയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന മ്യൂച്വൽ ഫണ്ടുകളുടെ ഡേറ്റ അത് വളരെ പ്രോത്സാഹജനകമായിരുന്നു. ഇതുപോലെ ചാഞ്ചാടുന്ന ഒരു മാർക്കറ്റിൽ, ഇതുപോലെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റിലേക്ക് ആളുകൾ എത്രമാത്രം കോൺഫിഡൻസോടെയാണ് പണം ഇറക്കുന്നത് എന്നറിയണമെങ്കിൽ SIP ഡേറ്റ നിങ്ങൾ കാണേണ്ടതുണ്ട്. SIPയിൽ 28,000 കോടി കടന്നിരിക്കുന്നു ഒരു മാസത്തെ SIP വരവ്. 28,465 കോടി രൂപയാണ് ജൂലൈയിൽ SIP ആയിട്ട് മാർക്കറ്റിലേക്ക് വന്നത്. വളരെ സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. ഞാനിത് തുടങ്ങിയപ്പോൾ മുതലേ പറയുന്ന ഒരു കാര്യമാണ്. ഓരോ മനുഷ്യനും SIPയിൽ ഇൻവെസ്റ്റ് ചെയ്ത് പറഞ്ഞു. ഒരു ജോലി ചെയ്യുന്ന ആരും, എന്ത് ജോലിയാവട്ടെ, പൈസ കയ്യിൽ എങ്ങനെയെങ്കിലും വരുന്നവരാവട്ടെ, അവർക്ക് ഫ്യൂച്ചറിലേക്ക് ഒരു 10-60 വയസ്സൊക്കെ ആകുമ്പോൾ റിട്ടേൺ ചെയ്ത് കഴിയുമ്പോൾ കോൺഫിഡൻസോടെ ജീവിതത്തെ നേരിടാനുള്ള ഏറ്റവും നല്ല വഴി അതാണ് ഈ മ്യൂച്വൽ ഫണ്ട് SIP എന്ന് പറയുന്നത്. അത് 1 വർഷത്തേക്ക് 2 വർഷത്തേക്കല്ല, വർഷങ്ങൾ നിങ്ങൾ LIC ഒക്കെ ഇടുന്നത് പോലെ തന്നെ നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങളുടെ ജീവിതം 60 വയസ്സിന് മുകളിലൊക്കെ എത്തുന്ന ഏതൊരാൾക്കും വളരെ കോൺഫിഡൻസോടെ മുന്നോട്ട് പോകാൻ പറ്റും. അത് എത്ര രൂപ നിങ്ങൾക്ക് നിക്ഷേപിക്കാമോ അത്രയും ചെയ്താൽ മതി. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഇതിൻ്റെ മ്യൂച്വൽ ഫണ്ടുകളുടെ റിപ്പോർട്ടിൽ SIP 28,465 കോടിയാണ് ഒരു മാസം വരുന്നതെന്ന് പറയുന്നു. ഏറ്റവും കൂടുതൽ ഇപ്പം
10-50 വർഷം, ഏകദേശം ഒരു വർഷത്തിന് മുകളിലായിട്ട് മാർക്കറ്റിലേക്ക് കൂടി അല്ലാതെ ഒറ്റ മാസവും കുറഞ്ഞിട്ടില്ല SIP ആയിട്ടുള്ള ഇതിൻ്റെ വരവ് എന്നുള്ളതാണ്. ജൂലൈയിലൊക്കെ മാർക്കറ്റ് വളരെയേറെ ചാഞ്ചാടിയ മാർക്കറ്റായിരുന്നു. അപ്പോഴും ആളുകൾ വളരെ കോൺഫിഡൻസോടെ ഇതിലേക്ക് ക്യാഷ് ഇറക്കുന്നു. SIPയിൽ 28,465 കോടി രൂപ വന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അതുപോലെ തന്നെയാണ് 20 കോടി കടന്നിട്ടുണ്ട് ഇവിടുത്തെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. ഡിമാറ്റ് അക്കൗണ്ടുകൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ രാജ്യത്തെ 20 കോടിയിൽ പരം ആളുകൾ സ്റ്റോക്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഡിമാറ്റ് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. കൂടി വരുന്നുണ്ട്. 8 കോടിയൊക്കെ ആയിരുന്ന സമയത്താണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത്. അതിൽ നിന്നാണ് 20 കോടിയിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ആളുകൾക്ക് ഒരു ഈ ഇതിലുള്ള കോൺഫിഡൻസ്, ഈ സ്റ്റോക്ക് മാർക്കറ്റിലോ അല്ലെങ്കിൽ കമ്പനികളിലോ ഉള്ള കോൺഫിഡൻസ് വർദ്ധിക്കുന്നു. തീർച്ചയായിട്ടും അത് ഇന്ത്യയുടെ പുരോഗതിയുടെ പാതയിലേക്ക് ആളുകളെ എത്തിക്കുമെന്നുള്ളതിന് സംശയമില്ല. അതുപോലെ തന്നെയാണ് ഈ മ്യൂച്വൽ ഫണ്ടുകളിൽ കഴിഞ്ഞ മാസം ജൂലൈയിൽ വന്ന ഏറ്റവും കൂടുതൽ ഇക്വിറ്റി ഫണ്ട് വന്നത്, ഏറ്റവും കൂടുതൽ വന്ന മാസമാണത്. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് 42,678 കോടി രൂപയേറ്റയാണ് മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് വന്നത്. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് വന്നത്, അതായത് ഷെയറിലേക്ക്, ഈ കമ്പനി ഷെയറുകളിലെ മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് വന്നത്. അത്രയും ക്യാഷാണ്. അതും ഈ തരത്തിൽ ഏറ്റവും കൂടിയ വരവാണ്, ഒരു മാസം വന്നതിൻ്റെ റെക്കോർഡാണിത്. അപ്പോൾ ആ രീതിയിലൊക്കെയാണ് ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഡേറ്റാസ് കിടക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ മാസം ഈ 42,000 കോടിയിൽ പരം നിക്ഷേപം വന്നു എന്ന് പറയുന്നതിൽ 30,000 കോടിയിൽ പരം NFOയിലാണ്, അതായത് ന്യൂ ഫണ്ട് ഓഫർ. പുതിയ ഫണ്ടുകൾ തുടങ്ങിയതിലേക്ക് ആളുകൾ ക്യാഷ് ഇട്ട് 30,000 കോടിയിൽ പരം രൂപയാണ് നിക്ഷേപിച്ചതെന്ന് നോക്കണം. അതിനകത്തും ചില പ്രത്യേകതകളുള്ള സ്മോൾ ക്യാപ് ഫണ്ടുകളിലേക്കാണ് ഏറ്റവും കൂടിയ ഫണ്ട് അലോക്കേഷൻ വന്നത് കഴിഞ്ഞ മാസത്തിൽ, സ്മോൾ ക്യാപ് ഫണ്ടുകളിൽ. അത് കഴിഞ്ഞ് വന്നത് മിഡ് ക്യാപ് ഫണ്ടുകളിലാണ്. അതിനും കഴിഞ്ഞ് ലാർജ് ക്യാപ് ഫണ്ടുകളിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ ആളുകളുടെ വിശ്വാസം, റിസ്ക് ഏറ്റവും കൂടിയതിലേക്കാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് വന്നിരിക്കുന്നത്. സ്മോൾ ക്യാപ് ഫണ്ടുകളാണ് ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ളത്, അതിലേക്കാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ മാർക്കറ്റിന് അടുത്ത ഒരു കുതിപ്പ് തീർച്ചയായിട്ടും എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. മാർക്കറ്റ് അങ്ങനെ ചെയ്യും. അതുനേരം ഏറ്റവും കൂടുതൽ വളർച്ച കാണിക്കാനിടയുള്ളത് സ്മോൾ ക്യാപ് ഫണ്ടുകളാണ്. പ്രത്യേകിച്ച് ഇന്ത്യ പോലെ ഒരു സാമ്പത്തിക വ്യവസ്ഥിതിയുള്ളിടത്ത്, അതായത് ഇപ്പോൾ സ്റ്റാർട്ടപ്പുകളൊക്കെ അങ്ങ് ഉയർന്നു വരുന്നേ ഉള്ളൂ. മോദി അധികാരത്തിൽ വരുമ്പോൾ 4,000-5,000 ഒക്കെ സ്റ്റാർട്ടപ്പുകൾ ഉണ്ടായിരുന്നു. ഇന്ന് 1,00,000-ൽ പരം സ്റ്റാർട്ടപ്പുകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഇത്തരം സ്റ്റാർട്ടപ്പുകൾ പുതിയ കമ്പനികളായി പുതിയ ഉന്നതികളിൽ എത്തുമെന്ന് ജനം പ്രതീക്ഷിക്കുന്നു. അതാണ് അവർ സ്മോൾ ക്യാപ് ഫണ്ടുകളിലേക്ക് കൂടുതൽ ഫണ്ട് ഇറക്കുന്നതിൻ്റെ കാര്യം. ഈ വേൾഡ് ലെവലിലുള്ള എല്ലാ എക്കണോമിസ്റ്റുകളും പറയുന്നത് ഇന്ത്യ അടുത്ത ഇന്ത്യൻ മാർക്കറ്റ് ശക്തി പ്രാപിക്കും എന്ന് പറയാനുള്ള ഒന്നാമത്തെ കാരണം വേൾഡ് ലെവലിലെ സ്റ്റാർട്ടപ്പുകളുടെ തുടക്കമാണ് ഇന്ത്യയിൽ. സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയത് ഏറ്റവും കൂടിയ സ്റ്റാർട്ടപ്പുകളുള്ള രാജ്യങ്ങളിലേക്ക് വന്നിരിക്കുകയാണ്. 3-ാം സ്ഥാനത്ത് വരെയാണ് ഇന്ത്യ ഇപ്പോൾ. അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും കമ്പനികൾ അതിൽ നിന്നുണ്ടാവുകയും ആ കമ്പനികൾ ലോകം കീഴടക്കുന്ന കമ്പനികളായി മാറുകയും ചെയ്യുമെന്നാണ് പലരും, ജാക്ക് മായും എലോൺ മസ്കും ഒക്കെ പറയുന്നത്. നേരത്തെ അമേരിക്കയിൽ നിന്നുള്ള ആപ്പിളോ അല്ലെങ്കിൽ അതുപോലെ ഗൂഗിളൊക്കെ ലോകം കീഴടക്കിയതുപോലെ ഇന്ത്യൻ കമ്പനികൾ ലോകം കീഴടക്കുന്ന ഒരു നൂറ്റാണ്ടാണ് ഇതെന്നാണ് ഇലോൺ മസ്ക് പറയുന്നത്. ഞാൻ പറഞ്ഞതല്ല, ഇലോൺ മസ്ക് ഒക്കെ പറയുന്നു എന്ന് പറഞ്ഞാൽ അയാളൊക്കെ എന്തെങ്കിലും കാണാതെ ഏറ്റവും വലിയ കമ്പനികൾ, ഈ ഇലക്ട്രിക് വാഹന നിർമ്മാണ കമ്പനി കൊണ്ട് കിടക്കുന്നയാളാണ്. അയാളൊക്കെ പറയുമ്പോൾ അതിൻ്റേതായ തീർച്ചയായിട്ടും അയാൾക്ക് അതിൻ്റേതായ വ്യാഖ്യാനങ്ങളുണ്ടാകും. അതിനെ ഉദ്ധരിച്ച് ഉറപ്പുവരുത്താൻ അദ്ദേഹത്തിന് കാരണങ്ങളും ഉണ്ടാകും. എനിവേ, അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് സ്മോൾ ക്യാപ് ഫണ്ടുകളിലേക്ക് കൂടുതൽ ഫണ്ട് ജനം ഇടുന്നതിൻ്റെ കാരണം അതാണ്. അപ്പോൾ ആ രീതിയിലാണ് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഡേറ്റാസ് കഴിഞ്ഞ മാസത്തെ വന്നിരിക്കുന്നത്. എല്ലാവർക്കും പ്രതീക്ഷയ്ക്ക് വകയുള്ളതാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുന്ന ഏതൊരാൾക്കും ഇത് പ്രോത്സാഹജനകമായ വാർത്തയാണ്. മറ്റൊന്ന്, ഇന്ന് വന്നിട്ടുള്ള ഇൻഫ്ലേഷൻ ഡേറ്റ. അതിനകത്ത് വന്നിരിക്കുന്നത് ഇൻഫ്ലേഷൻ റീറ്റെയിൽ ഇൻഫ്ലേഷൻ 8 വർഷത്തെ ഏറ്റവും താണ ലെവലിലേക്ക് വന്നിരിക്കുന്നു. 1.55% റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഉള്ളൂ.
റിസർവ് ബാങ്കിൻ്റെയും കണക്കിനൊക്കെ താഴെ വന്നിരിക്കുകയാണ് റീറ്റെയിൽ ഇൻഫ്ലേഷൻ. ഇത് കൂടുതൽ ഇൻട്രസ്റ്റ് കുറയ്ക്കാനുള്ള ഒരു സാധ്യത RBIക്ക് മോണിറ്ററി പോളിസി അവലോകനത്തിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനുള്ള സാധ്യത വീണ്ടും തുറന്നിടുകയാണെന്ന് പറയുന്നു. പക്ഷേ അവർ കൂടുതൽ ശ്രദ്ധയോടെ ടാരിഫൊക്കെ വരുത്തുന്ന വ്യതിചാലനങ്ങൾ എങ്ങനെ ഉണ്ടാകും മാർക്കറ്റിലെന്നൊക്കെ അറിഞ്ഞതിന് ശേഷം തന്നെ അതൊക്കെ ചെയ്യുകയുള്ളൂ എന്ന് ഉറപ്പാണ്. പക്ഷേ സാധ്യതകൾ വീണ്ടും തുറന്നു വരുന്നു. അപ്പോൾ കൂടുതൽ കുറഞ്ഞ ചെലവിൽ ഫണ്ട് കിട്ടുന്നു കമ്പനികൾക്ക്, അല്ലെങ്കിൽ ബാങ്ക് നോൺ ബാങ്കിങ് സ്ഥാപനങ്ങൾക്കൊക്കെ കുറഞ്ഞ ചെലവിൽ ഫണ്ട് കിട്ടുന്നു. അത് കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റോടെ ജനങ്ങളിലേക്ക് എത്തുന്നു. തീർച്ചയായിട്ടും മാർക്കറ്റിന് പ്രതീക്ഷ നൽകുന്ന വാർത്തകൾ തന്നെയാണ് ഇതൊക്കെ. റീറ്റെയിൽ ഇൻഫ്ലേഷൻ 2.1 ആയിരുന്നു കഴിഞ്ഞ മാസം, അത് 1.55 താണിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് റീറ്റെയിൽ ഇൻഫ്ലേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളുടെ റൂറൽ റീറ്റെയിൽ ഇൻഫ്ലേഷൻ 1.8 വന്നപ്പോൾ അർബൻ ഇൻഫ്ലേഷൻ വന്നിരിക്കുന്നത് 2.08 അപ്പോൾ അതിനനുസരിച്ചുള്ള വ്യത്യാസം അർബൻ റൂറൽ ഏരിയകളിൽ ഉണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അതിനകത്ത് ഏറ്റവും വ്യത്യാസമുള്ള ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് കേരളത്തിൻ്റെ ഇൻഫ്ലേഷനാണ്. റൂറൽ ഇൻഫ്ലേഷൻ കൂടുതലും അർബൻ ഇൻഫ്ലേഷൻ കുറവുമാണ് കേരളത്തിൽ. അങ്ങനെയുള്ളൊരു വ്യത്യാസമുണ്ട്. അതെന്താണെന്നൊക്കെ കണ്ട് ഇത് പറയുകയും ചെയ്യുന്ന ഒരു വീഡിയോ വേറേതായിട്ട് ഞാൻ വിടാം. അതിൻ്റെ കാരണങ്ങളും നമുക്ക് വിശകലനം ചെയ്യാം, അതും പിന്നീട് പറയാം. അപ്പോൾ ഈ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഏറ്റവും കുറഞ്ഞ ലെവലിലേക്ക് വരുന്നു. മ്യൂച്വൽ ഫണ്ടുകളിലേക്കൊക്കെ കൂടിയ എമൗണ്ട് പണം വരുന്നു. മാർക്കറ്റിന് പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ. ഇന്ന് മാർക്കറ്റിൽ വന്നിരിക്കുന്ന ചലനം എന്ന് പറഞ്ഞാൽ അധികവും ന്യൂജൻ കമ്പനികൾ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു. ഇതൊക്കെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ന്യൂജൻ കമ്പനികൾക്കൊക്കെ വലിയ വലിയ സാധ്യതകൾ മാർക്കറ്റ് തുറന്നു കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ജനം അതിനെ ആ രീതിയിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ്. നയേക്ക 177 ഒക്കെ ആയിരുന്ന സമയത്ത് 161-71 സമയങ്ങളിലൊക്കെ പറഞ്ഞിരുന്നൊരു ഷെയറാണ് പേടിഎം കണ്ട് 500 ചില്ലാൻ രൂപ വന്നപ്പോൾ 577 രൂപയിലൊക്കെ നിന്ന സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യാം, ഉടനെ അടുത്ത ലെവലിലേക്ക് കടക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. ആളുകൾക്ക് ക്ഷമയുള്ളവർക്കേ അതൊക്കെ സാധിച്ചിട്ടുള്ളൂ എന്ന് എനിക്ക് ഒരു സംശയമില്ലാത്തയാളാണ്. ക്ഷമയില്ലാതെ ഒരു ദിവസത്തെ ഒരു മാസത്തെ അല്ലെങ്കിൽ അങ്ങനെയുള്ള നിക്ഷേപങ്ങൾക്ക് പോയിട്ടുള്ളവർക്ക് എല്ലാം കാശ് നഷ്ടമായിട്ടുണ്ടാകും. അതേസമയം അതിനിയും ഉയർച്ചയ്ക്ക് സാധ്യത കിടക്കുന്നു. അതിൻ്റെയൊക്കെ ഈ IPO പ്രൈസ് എത്തണമെങ്കിൽ തന്നെ ഇനി 1000 രൂപയോളം ഉയരണം. 2200 രൂപയായിട്ടാണ് അതിൻ്റെ IPO പ്രൈസ്. കൃത്യമാണെന്ന് ഞാൻ ഓർക്കുന്ന ഓർമ്മയിൽ എന്ന് പറയുന്നതാണ്. 2200 രൂപയിലിറങ്ങിയ പേടിഎം ആണ്. പക്ഷെ ഒരു കാര്യം സംശയമില്ല, പേടിഎം നല്ല രീതിയിൽ അതിൻ്റെ ഫിനാൻഷ്യൽ ടെക്നോളജി കൊണ്ട് അത് വേൾഡ് ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട് എന്നുള്ളതിന് ഒരു സംശയവുമില്ലാത്ത ആളാണ് ഞാൻ. അത് വേൾഡ് ലെവലിൽ ഉയർന്നു പോകാനുള്ള ഒരു കമ്പനി കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നു പേടിഎം. അതിന് കൂടുതൽ നിയന്ത്രണങ്ങൾക്ക് ഇളവ് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പേടിഎം ബാങ്കിന് അങ്ങനെയുള്ള ഡിജിറ്റൽ ബാങ്കിങ് സംവിധാനങ്ങൾക്കൊക്കെ റിസർവ് ബാങ്ക് ഇളവ് ചെയ്തു കൊടുക്കുക, അതൊക്കെയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അവർ നേരത്തെ തന്നെ അപേക്ഷിച്ചിരുന്നതാണ്. 2022 അവർ ബാങ്കിന് അപേക്ഷിച്ചതാണ് പേടിഎം. ബാങ്ക് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ബാങ്കാണ് കേട്ടോ, ഡിജിറ്റൽ പേയ്മെൻറ്റ് ബാങ്ക്. അപ്പോൾ ഈ പേയ്മെൻറ്റ് ബാങ്കിന് ഇപ്പോൾ ഏതാണ്ട് കൂടുതൽ നിയന്ത്രണങ്ങളൊക്കെ ഇളവ് ചെയ്തുകൊണ്ട് റിസർവ് ബാങ്ക് അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബലത്തിലാണ് ഇന്നൊക്കെ അത് കയറിയിരിക്കുന്നത്. പക്ഷേ തീർച്ചയായിട്ടും അത് ഉയരങ്ങളിലേക്ക് പോകേണ്ട ഷെയർ തന്നെയാണ്. അതിൻ്റെ ബിസിനസ് മേഖല അത്ര വിശാലമായി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് ഈ ഡിജിറ്റൽ ഏജിൽ ഉള്ളത്. അതുകൊണ്ടാണ് അതിനെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ സൊമാറ്റോയൊക്കെ ഇനിയും ഉയരുമെന്ന് എല്ലാവരും പറഞ്ഞു തുടങ്ങിയിട്ട് നാളുകൾ കുറേയായി. 300 മുകളിൽ ഇപ്പോൾ കിടക്കുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ആണ് നിങ്ങളുടെ വിധി നിർണ്ണയിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നിങ്ങളുടെ റിസർച്ച് നടത്തിയതിന് ശേഷം മാത്രം നിക്ഷേപിക്കുക. ഞാൻ പറയുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടി പറയുന്ന ഒരു കാര്യം മാത്രമാണ്, അല്ലാതെ ഇത് നിക്ഷേപത്തിനുള്ള ഇതൊന്നുമല്ല. പക്ഷേ ഇതിനകത്ത് നിങ്ങൾ കണ്ടിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ശ്രദ്ധിക്കുകയും അതിനനുസരിച്ച് മാർക്കറ്റ് എങ്ങനെ നീങ്ങുന്നുവെന്ന് വിചാരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെങ്കിലാണ് ഈ ഷെയറുകളൊക്കെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ അവർ അത് പരിശോധിക്കുകയും അതിൽ നിക്ഷേപ സാധ്യത ഉണ്ടോ എന്ന് നോക്കുകയും ചെയ്യും എന്നുള്ളതിന് എനിക്ക് സംശയമില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് പറഞ്ഞിട്ടുള്ളതാണ് ശരിക്കും ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്.
അല്ലാതെ ഒരു ആളുകൾ പറയുന്ന കേട്ട് ആരെങ്കിലും പറയുന്ന കേട്ട് ആ ഷെയറിൻ്റെ പുറകെ പോയി ചാടി എന്നിട്ടത് പെർഫോം ചെയ്തില്ല, എൻ്റെ കാശ് കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ളതല്ല ഇത്. ഈ ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത് ധൈര്യത്തോടെ മുൻ നിശ്ചയപ്രകാരം അല്ലെങ്കിൽ കണക്ക് കൂട്ടി നിങ്ങൾ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ റിസർച്ച് ചെയ്ത് പഠിച്ചതിന് ശേഷം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. ധൈര്യസമേതം ഇൻവെസ്റ്റ് ചെയ്യുക. ഒരിടിവോ രണ്ടിടിവോ ഒന്നും ഒരു നല്ല ഷെയറിനെ ഒരു കാലത്തും അപ്രസക്തമാക്കുന്നില്ല. അതിന് വീണ്ടും സാധ്യതകൾ ഒരുപാടുണ്ടാകും. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ റിട്ടേൺ, നിങ്ങളിപ്പോൾ 10 വർഷം ഇട്ടിരുന്ന ഒരു ഷെയർ 11ാമത്തെ വർഷം മാത്രം അതിൻ്റെ 5ഉം 6ഉം ഇരട്ടിയായ ഷെയറുകളുണ്ട്. അന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പറഞ്ഞിട്ട് എന്ത് കാര്യമിരിക്കുന്നത്? 2016 8 രൂപയ്ക്ക് GMR ഇൻഫ്ര വാങ്ങുമ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് അറിയാവുന്നത് ഞാൻ 28 രൂപയ്ക്ക് വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകദേശം ഇങ്ങനെയൊക്കെയാണെന്നുള്ള ഒരു ധാരണ വെച്ചിട്ടാണ്. അപ്പോൾ അത് വീണ്ടും താഴെ വന്നുകൊണ്ടേയിരുന്നു. 28 രൂപയിൽ നിന്ന് 8 രൂപയിലും ഒക്കെ ആയി വന്ന സമയത്താണ് വീണ്ടും നിക്ഷേപിച്ചു. ഞാൻ 10, 11 രൂപയിലും 14 രൂപയിലും ഒക്കെ നിക്ഷേപിച്ചു. വർഷങ്ങൾ എത്ര എടുത്തു എന്ന് ചോദിച്ചാൽ 5-8 വർഷം എടുത്തു. കഴിഞ്ഞ 23-ലാണെന്ന് പെർഫോം ചെയ്ത് കിട്ടിയത്. അന്നേരം അത് 100 രൂപയ്ക്ക് എടുത്ത് 88 രൂപയോളം ഉയർന്നു ഈ 8 രൂപയിൽ നിന്ന്. അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ നമ്മൾക്ക് ഈ ക്യാഷ് വേറെ എവിടെയെങ്കിലും സൂക്ഷിച്ചിരുന്നു എന്ന് കരുതിയിട്ട് എനിക്ക് ലഭിക്കുകയില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ അതിൽ തന്നെ സൂക്ഷിക്കുന്നത്. അപ്പോൾ ആ രീതിയിലൊക്കെയാണ് മാർക്കറ്റ് പെർഫോം ചെയ്യുക. നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ ക്യാഷാണ്, അതിൻ്റെ ഉത്തരവാദി നിങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ നോക്കി ശ്രദ്ധിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. മാർക്കറ്റിൽ അവസരങ്ങളാണിപ്പോൾ. ഈ അവസരത്തിൽ നിന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ ഉയരുമെന്നുള്ളതിന് സംശയമേ ഇല്ല. ഒരു യുദ്ധമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭയങ്കര കലാമിറ്റിയോ എന്തെങ്കിലുമൊക്കെ വന്ന് ചേർന്നില്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് ഇതിനേക്കാളൊക്കെ ഒരുപാട് ഉയരത്തിലേക്ക് പോകുമെന്നുള്ളതിന് സംശയമില്ല. ഇപ്പം അന്താരാഷ്ട്ര മാർക്കറ്റുകൾ അധികവും എല്ലാ കാലത്തെയും ഉയർന്ന ലെവലിലാണ്. ആ ലെവലിൽ നിന്ന് എത്രയോ താഴെയാണ് നമ്മളുടെ മാർക്കറ്റ്. അതുകൊണ്ട് തന്നെ ഒരു സാധ്യതയാണ്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. മാർക്കറ്റിൻ്റെ ഇടിവുകളാണ് നിങ്ങളുടെ ഇൻവെസ്റ്ററുടെ പേഷ്യൻസിനെ പരീക്ഷിക്കുന്നത്. അവിടെയാണ് വിജയം കുടികൊള്ളുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇത്രയേ ഉള്ളൂ. വീണ്ടും കാണുന്നതുവരെ നമസ്കാരം. നിങ്ങളുടെ സഹായം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ ആദ്യമായി കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, വീണ്ടും കാണുന്നതുവരെ നമസ്കാരം.